ഇടിയപ്പത്തിനും അപ്പത്തിനുമൊക്കെ കൂടെ കൂട്ടാൻ പറ്റിയ മധുരക്കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായി ഏത്തപ്പഴവും തേങ്ങാപ്പാലും ഏലക്കായും എല്ലാം എടുത്ത് വെക്കണം. ഇതുപോലെ അരിഞ്ഞു വെക്കണം. സ്റ്റൗ ഓണാക്കി ഒരു പാത്രത്തിൽ തേങ്ങാപ്പാൽ തിളപ്പിക്കാൻ വെക്കണം. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ചേർത്ത് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്തും അതിനുശേഷവും കൈയെടുക്കാതെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. തേങ്ങാപ്പാൽ പിരിഞ്ഞു പോവാൻ ചാൻസ് ഉള്ളത് കൊണ്ടാണ് കൈയെടുക്കാതെ ഇളക്കണമെന്ന് പറയുന്നത്. അതുപോലെ അതിനുശേഷം ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് ഇളക്കുക. നന്നായിട്ട് ഇളക്കി കൊണ്ടിരിക്കുക. അതേപോലെ തന്നെ അതിനിടയ്ക്ക് ഏലക്കായ ചേർത്ത് കൊടുക്കണം. ഏലക്കായ ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന മാവ് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കലക്കി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം. ഇത് കുറുകി വരുന്നതിന് വേണ്ടിയിട്ടാണ് അരിമാവാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അരിമാവ് നന്നായിട്ട് കലക്കി ഒഴിച്ചു കൊടുക്കേണ്ടത്. അതിനുശേഷം കറി നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും അതിനകത്തോട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ചാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള മധുരക്കറി റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ബ്രേക്ക്ഫാസ്റ്റിന് ഇടിയപ്പമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇടിയപ്പത്തിനൊപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, താങ്ക് യു.